ഇന്ന് നമുക്കിവിടെ ഉച്ചയ്ക്ക് സ്പെഷ്യലെന്ന് പറയുന്നത് ചക്കയായിരുന്നു കേട്ടോ. ചക്ക കൂട്ടാനായിരുന്നു സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ കറി ഉണ്ടാക്കിയില്ല കേട്ടോ. ചക്ക ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ചേട്ടനും മോളും ഒക്കെ ഉള്ളൂ മാറി നിൽക്കുന്നത്. ചക്ക കഴിക്കുന്നവർക്കും ഉള്ള കറിയൊക്കെ തന്നെയാണ് വെച്ച് കൊടുത്തു വിട്ടത്. മീൻ പറ്റിച്ചതോ മീൻ വറുത്തതോ അങ്ങനെയൊക്കെ അല്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും തട്ടിക്കൂട്ടാനൊന്നും നിന്നില്ല. കാരണം ഇന്നലെ രാത്രി അങ്ങോട്ട് ഉറക്കവും ശരിയായിട്ടില്ലായിരുന്നു. കാരണം മോന് ഒട്ടും വയ്യായിരുന്നു, പനിയായിരുന്നു. ചേട്ടനും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ജോലി കഴിഞ്ഞെത്തുമ്പോൾ 1-1.5 മണിയാവുന്നുണ്ട്. അപ്പോൾ ഉറക്കം അങ്ങോട്ട് 2-3 ദിവസമായിട്ട് ഒട്ടും ശരിയാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് രാവിലെ എണീച്ചപ്പോഴും താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തട്ടിക്കൂട്ട് കറികളൊക്കെ കൂട്ടിയാണ് ഒന്ന് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്താ ചക്ക കൂട്ടാൻ വയ്ക്കണമായിരുന്നു. അപ്പോൾ തലേ ദിവസമേ തന്നെ എല്ലാം അരിഞ്ഞു പറക്കിയൊക്കെ വച്ചിരുന്നുണ്ട്. വലിയ ജോലിപ്പാടൊന്നുമില്ല. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഇന്നലെ തന്നെ ഞാനും അമ്മയൊക്കെ കൂടെ തന്നെ ഇരുന്ന് അരിഞ്ഞു പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജോലിയില്ല. എല്ലാം കൂടെ കുക്കറിൽ അടിക്കുന്ന പാടുള്ളൂ. ഞാൻ എപ്പോഴും ചക്ക അരപ്പെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് തന്നെയാണ് കേട്ടോ വേവിച്ച് വെക്കാറുള്ളത്. അല്ലാതെ വെന്തതിന് ശേഷം അരപ്പിടുക അങ്ങനെയല്ല. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് തന്നെ വയ്ക്കും. ഈ ചക്കയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആദ്യം എന്നല്ല, എനിക്ക് ആ ആളുടെ മുഖം മാത്രമേ ഓർമ്മ വരാറുള്ളൂ കേട്ടോ. അത് മറ്റാരും അല്ല, ചേട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ. അമ്മയ്ക്ക് അതായത് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ചക്കയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചക്കയെ പ്രേമിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും. കാരണം അമ്മയ്ക്ക് ചക്കയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചാലും ചേട്ടനൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ എവിടെ ആയാലും ഏത് കാട്ടിൻ്റെ ഇടയിൽ പോയി ചെന്നിട്ടായാലും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് ചക്കയാണ്. എന്ത് കൊണ്ടുകൊടുത്താലും അമ്മയ്ക്ക് തൃപ്തി വരില്ല. അമ്മയ്ക്ക് പക്ഷേ ഒരു 10 ചക്കച്ചോള കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് നിറയും കേട്ടോ. അത്രയ്ക്ക് അമ്മയ്ക്ക് ചക്ക എന്ന് പറഞ്ഞാൽ പ്രിയമാണ്. അത് ഇനി ഏത് പാതിരാത്രി ആയാലും ശരി തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്നെത്തുന്നത് 12:30-1 മണിക്കാണെങ്കിലും അമ്മ അത് വെളുക്കുന്നത് വരെ ഇരുന്നാലും ആ ചക്കയെ വെട്ടി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കളയാതെ സൂക്ഷിച്ച് അത് എന്താണ് ചക്കയിൽ ഇത്രത്തോളം പ്രിയമെന്ന് എനിക്കറിയില്ല. ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരാളെയും ഒരു 10 ദിവസം അടുപ്പിച്ച് വെച്ചാൽ പോലും ചക്ക വിറക്കാത്ത മനുഷ്യരുണ്ടാവുമോ? ആ കൂട്ടത്തിലാണ് കേട്ടോ അമ്മ. അമ്മയ്ക്ക് ചക്ക അത്രത്തോളം നമ്മൾ ചെല്ലുന്ന കാര്യം പറയുമ്പോഴേ അമ്മ പറയും, അച്ഛോ ചക്ക എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ കൊണ്ടുവരണേ. നമ്മൾ പിന്നെ ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടും. ചക്ക ഉള്ളിടത്തുനിന്ന് ചെന്ന് വിളിച്ച് എടുത്താണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ, വീട്ടിൽ ചക്ക കൊണ്ടുവരുമ്പോഴായാലും ഞങ്ങളിവിടെ ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ പൊന്നൂസ് ഉണ്ടായിരിക്കണമായിരുന്നു. എൻ്റെ അമ്മയായാലും പറയുന്നതാണ്. അമ്മയെ ആദ്യം ഓർമ്മ വരുള്ളൂ ഞങ്ങൾക്ക് ചക്കയുടെ കാര്യം പറയുമ്പോൾ. അതേ കൊതിയാണെന്ന് തോന്നുന്നു മോക്കും അതേ സ്വഭാവമായിരുന്നേ. പിന്നെ മാറി. ഇപ്പം അവൾക്ക് വലിയ ചക്കപ്രിയം ഇത് തന്നെയാണ് ഇപ്പം മോനും കിട്ടിയിരിക്കുന്നത്. ഇപ്പം ചക്കയെന്ന് വെച്ചാൽ അവന് ജീവനാണ്. വലുതാകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇപ്പം ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്കയെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. പിന്നെ ചക്കയൊക്കെ വച്ചു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ കഴിക്കാനായിട്ട് ചക്കയും ചോറും ചോറ് പിന്നെ മീൻ വറുത്തത് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല കൊയ്യാള മീൻ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ മുരിങ്ങയ്ക്കായും ഒക്കെ ഇട്ട് വച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയും പുളിഞ്ചിക്ക, ഇരുമ്പം പുളിയൊക്കെ പറയുമല്ലോ, അങ്ങനെ പുളിഞ്ചിക്കായൊക്കെ ഇട്ട് വച്ചിട്ടുള്ള നല്ല കൊയ്യാള മീനായിരുന്നു. ഈ ചെറിയ മീനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എനിക്ക് ചാളയുടെ അരപ്പ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ആ മീനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കറക്റ്റ് മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന വലിയ മീനിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തോന്നാറ് ഇതാണ്. പക്ഷെ മുള്ളുള്ളതൊന്നും അങ്ങനെ ഞാൻ വലുതായിട്ട് കഴിക്കാറില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയാണ്. എനിക്കെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഞ്ഞിവെള്ളമാണ് എനിക്കിപ്പോഴും. ഞാൻ മറ്റ് ചൂടുവെള്ളം ഞാൻ കുടിക്കാറേ ഇല്ല. കഞ്ഞിവെള്ളമാണ് എനിക്കിപ്പോഴും. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെയും കഞ്ഞിവെള്ളം തന്നെയാണ് ഉപ്പിട്ട് കുടിക്കാറ് കേട്ടോ. വെള്ളം തെളിച്ച് ഒത്തിരി കട്ടിയൊന്നുമില്ലാതെ അങ്ങനെ എടുത്ത് കുടിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നടക്കുവാണേ. അപ്പോൾ ഞാനിതൊക്കെ കഴിച്ചിട്ട് വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.